Hi guys, welcome to Toy Stories. So ഇന്ന് നമ്മള് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന അവസാനം ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മള് ഇവിടുത്തെ ഒരു സൺഫ്ലവർ. ഇറ്റ്സ് ബിഗ് ഡീൽ. പക്ഷെ എന്നാലും നമ്മള് എനിക്ക് കാണാൻ ആഗ്രഹിച്ചിട്ട് നമ്മള് കാണുവാണ്. താല്പര്യം ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ, കൊട്ടാക്കി ഇട്ടിരിക്കുകയാണ്. ഒരു സൺഫ്ലവർ ഫാമിൽ പോവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടൂലിപ്പ് ഫാമിൽ വന്നിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് മനസ്സിലാവും അതേ ഫാമിലാണ്, സെയിം ഫാമാണ്. അപ്പൊ ഓരോ സീസണിലും അവർ പ്രെപ്പ് ചെയ്യാനായിട്ട് അവര് ഫാം അടച്ചിടും. എന്നിട്ട് പിന്നെ ആ സീസൺ ആവുമ്പോ അവര് തുറക്കും. ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മളൊരു ഫാം പോലത്തെ ഒരു ഏരിയ കൂടിയാണ് ഇപ്പൊ പോകുന്നത്. യു കെൻ സീ ദൂരമുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു കൃഷിയൊക്കെ നടക്കുക. സോ അതാണ്. അപ്പൊ നമ്മൾ സൺഫ്ലവർ ഫാമിൽ പോകുന്ന വഴിയാണ്. ന്യൂജേഴ്സിയിലാണ്. അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങി അല്ലേ ഷെയ്ൻ? തണുപ്പ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ സമ്മർ മാറി ഒരു ഫാൾ സീസൺ ആകുന്നു. സെപ്റ്റംബർ ആയി. സൺഫ്ലവറിന്റെ ഒരു സമയമാണ് ഇപ്പം. ഓഗസ്റ്റ് എൻഡ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ടുലിപ്പ് സീസണിൽ വന്നപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ച നമുക്ക് സൺഫ്ലവർ സീസണിൽ വരണം എന്നുള്ളത്. സോ ഫൈനലി വി ആർ ഹിയർ. നമ്മളിങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു ഓഗസ്റ്റ് ആയപ്പോൾ തൊട്ടിട്ട് എപ്പോഴാണ് സൺഫ്ലവർ സീസൺ വരുന്നതെന്നുള്ളത്. സോ യാ, അങ്ങനെ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങള് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇത് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇറ്റ്സ് ഓൾ ബിക്കോസ് വി ബോട്ട് എ DJI ഗിംബൽ. സോ അതിലാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒരു ടോപ്പ് വ്യൂ ആയിരിക്കും. അടുത്ത തവണ ഒരു ഡ്രോൺ വാങ്ങുമായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്നെ അപ്പൊ നമ്മള് കുറച്ച് ഈ കഴിഞ്ഞ വീക്കൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. സോ വി തോട്ട് ടു ഗോ ഔട്ട് ടുഡേ. ഇന്നലെയും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് ബിസി പ്ലാൻ ചെയ്ത പോക്ക് കേട്ടോ ഗൈസ്. അത് ഇന്നലെ മഴ പെയ്യുന്ന വിളിച്ചിട്ട് ഇന്നലെ നല്ല മഴയും വെതർ അലേർട്ടും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. സോ പക്ഷെ പെയ്തില്ല. പക്ഷെ ഞങ്ങൾ നല്ലതായിട്ട് പേടിപ്പിച്ചു. ഭയങ്കര ഇരുട്ട് മൂടി കിടക്കുമായിരുന്നു ഇന്നത്തെ ഹോൾ ഡേ. ഭയങ്കര ഇതായിരുന്നു. മഴ പെയ്യും വെതർ അലേർട്ട് വരെ വന്നു. സോ യാ, അതൊക്കെയാണ് കഥ. ബ്രിഡ്ജറ്റൺ ഈ വഴിയാ. ബ്രിഡ്ജറ്റൺ കയറി നമുക്ക് വരാൻ പറ്റത്തില്ലായിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പൊ അതൊക്കെയാണ്. നല്ല ഭംഗിയുള്ള വഴികളാണ്. കഴിഞ്ഞ ആ ടുലിപ്പ് വീഡിയോയിൽ ഞാൻ കുറച്ച് വഴിയും കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇവരെ വായിക്കോട്ടെ തുടങ്ങി ഗൈസ്. സോറി പീപ്പിൾസ്, ഫോർഗിവ് മീ. സോ അതൊക്കെയാണ് കഥ. നമ്മളപ്പോ പോകുന്ന വഴിക്ക് കേൾക്കുമ്പോഴേക്കും വായിക്കോട്ടെ. ഞങ്ങളിവിടെ കാണാൻ പറ്റുമോ? അങ്ങനെ കാണാം. പക്ഷെ നമ്മളിപ്പോ കണ്ട ലേക്കിന്റെ അങ്ങോട്ട് നമ്മൾ പോവാ. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ലേക്കാണ്. ഇവിടെ വേണ്ട, അവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. റിവേഴ്സ് എടുക്കേണ്ടി. പറയുന്നുണ്ട് പക്ഷെ. സോ ഗൈസ്, നമ്മള് ഇവിടെ പോകുന്ന വഴിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഇൻ കളർ കണ്ടോ? എന്ത് ഭംഗിയാണ് അത് കാണാൻ. ഇതിനകത്ത് അത്ര ഭംഗിയാണല്ല അവിടെ. അത് അയ്യോ, അവിടുത്തെ ആ ആളെ ഉണ്ടാക്കിയതായിരിക്കും, അവരുടെ വീട്ടുകാരുണ്ടാക്കിയതായിരിക്കും. എന്ത് ഭംഗിയാ. Yeah, did you make it? Oh, really? Oh. അയാൾ നമ്മൾക്ക് Like the first time I saw it, I thought this was made by someone. No, I don't know how it is like that. It's still green. So beautiful. Oh, okay. It's nice to sit here.
Yeah, it is definitely. Definitely. അപ്പൊ അയാള് ഇത് അയാളുടെ മോള് അത് ക്ലീൻ ചെയ്തെടുത്തു. എന്തോ ഒരു കെമിക്കൽ ഇട്ട് അത് ക്ലീൻ ചെയ്തെടുത്ത. പക്ഷെ ഷെയ്ൻ ശ്രദ്ധിച്ചോ, ആ ഡക്കും സ്വാനും ഒന്നും റിയൽ അല്ല കേട്ടോ. പെട്ടെന്ന് ഈ വഴി ഇത് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര മാജിക്കലായിട്ട് തോന്നും താറാവൊക്കെ നീന്തുന്നത്. ബട്ട് അതൊന്നും റിയൽ അല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നടുക്കൊരു ഫൗണ്ടനൊക്കെ ആയിട്ട് ശരിക്കും അതിനകത്ത് അവിടെ ആ സൈഡിൽ അവിടെ ഒരു ഡെക്കും ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നത് ശരിക്കും ബ്ലിസ്ഫുള്ളാണ്. ആലോചിക്കുക ഹൗ ഗ്രീൻ ഇറ്റ് ഈസ് അല്ലേ, നല്ല ടർക്കോയിസ് ഗ്രീനൊക്കെയാണ്, നല്ല ഭംഗി. വലിയൊരു എന്താണ് ഒരു അസറ്റാണ് പുള്ളിക്കാരന് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ആ കെമിക്കൽ എന്നാന്നൊന്ന് കണ്ടുപിടിക്കണം. അത് ഇത്രയും ഗ്രീനിഷ് ആവോ ക്ലീൻ ആവുമ്പോൾ? ഓ ഷിറ്റ്, എന്തായാലും ഇറങ്ങിയത് വെറുതെ ആയില്ല. മാൻമെയ്ഡ് ലേക്ക് പോലെ, അത് മാൻമെയ്ഡ് ലേക്ക് അല്ല, അവിടെ ഉണ്ടായിരുന്ന ലേക്ക് അവർ ക്ലീൻ ചെയ്തെടുത്തോണ്ടാണ് കളർ അവർക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം, ഇത് ഭംഗിയാണ് കാണാനായി. കണ്ടോ ഗൈസ്, നമ്മളിപ്പോൾ സ്വിച്ച് ചെയ്ത് നോക്കൂ. ലുക്ക് ഇറ്റ് കണ്ണാപ്പി, ലുക്ക് ഇറ്റ് കണ്ണാപ്പി ജോൺ. എനിക്ക് നോക്കാൻ പറ്റില്ല, നോക്കൂ ഇങ്ങോട്ട്. കണ്ടോ കണ്ണാപ്പീസ് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. എന്താണ് പ്രോ ഡ്രൈവർ കണ്ണാപ്പി? യെസ്, പ്രോ ഡ്രൈവർ. കണ്ടോ ഗൈസ്, നമ്മുടെ ജോക്കുട്ടി വണ്ടി ഓടിക്കുന്നത് കണ്ടോ ഗൈസ്. ബ്രേക്ക് പിടിക്കും, വെള്ളയിൽ നിർത്താൻ നോക്കൂ. വെള്ളം ഡോൾട്ടൺ ഫാംസിൽ ചെന്നിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് ബാക്കി വി വിൽ അപ്ഡേറ്റ് യു ഗൈസ് ഓൺ വാട്ട്സ് ഗോണ ഹാപ്പൻ. അപ്പോൾ ഗൈസ് ആസ് യു ക്യാൻ സീ നമ്മൾ ഡോൾട്ടൺ ഫാംസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഇപ്പറേ ഉള്ളു പാർക്കിംഗ്. അതല്ല വലിയ ആൾക്കാരും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ആൾക്കാരുടെ കയ്യിൽ സൺഫ്ലവറിന് വേണ്ടി കൊട്ട പോലെ ഇരിക്കണം, വലിയ സൺഫ്ലവേഴ്സ്. സോ ഗൈസ് നമ്മൾ എത്തി. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ നിന്നൊരു 45 മിനിറ്റ്സ് റൈഡുണ്ട്. കുഴപ്പമില്ല, നല്ല വഴിയാ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി. നല്ല വഴി തന്നെ ഒരു എക്സ്പീരിയൻസാ അല്ലേ. നല്ല ബ്യൂട്ടിഫുള്ളാ. രണ്ടു വശവും പ്ലാന്റേഷൻ ഭയങ്കര കൃഷി, രണ്ടു വശവും കൃഷിയൊക്കെ ആയിട്ട്. കണ്ടോ ആൾക്കാരുടെ കയ്യിൽ സൺഫ്ലവേഴ്സ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമോ? ഇവിടെ സൺഫ്ലവർ പിക്കിംഗ് അലൗഡാ. സോ എല്ലാരും കഴിഞ്ഞ പ്രാവശ്യം ടൂലിപ്പ് $10 എത്രയായിരുന്നു? 10 എണ്ണോ ഓർമ്മയില്ല എത്ര എണ്ണാന്ന്. $10 ഇത്ര വെച്ചിട്ടൊക്കെ ആയിരുന്നു. സോ നമ്മള് ഫൈനലി ഡോൾട്ടൺ ഫാംസ് എത്തി. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, so guys, this is the way to Dalton Farms. ഇവിടുത്തെ എൻട്രൻസിൽ തന്നെ അവിടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കുറച്ചുകൂടെ അടുത്തോട്ട് കാണിച്ചു തരാം. ഇവിടെ എല്ലാവരും ഒരു ഫാമിലി വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടോ വരുന്നൊരു സെറ്റപ്പാണ്. എന്നാലും രസമാണ് കാണാനൊക്കെ ആയിട്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ എൻട്രൻസ്, പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം സൺഫ്ലവർ സീഡ്സ് ഒക്കെ ആയിരിക്കും അല്ലേ. പിന്നെ ഇവിടുത്തെ ഒത്തിരി ലൈക്ക് ഓർഗാനിക് പ്രൊഡക്ട്സ് ഒക്കെ അവർ അങ്ങോട്ട് അകത്തോട്ട് പോകണമായിരിക്കും. എനിക്കറിയില്ല, കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. ബട്ട് നമ്മൾക്ക് കയറുമ്പോൾ തന്നെ കാണാമായിരുന്നു ടൂലിപ്പിന്റെ ഒക്കെ. പക്ഷെ ഇതെനിക്കറിയത്തില്ല, നമ്മളൊന്നും കാണുന്നില്ല തൽക്കാലം. ലുഡായിപ്പാണോന്നാവോ. നമ്മളിപ്പോ എൻട്രൻസ് എത്തി. ടിക്കറ്റ് ഒക്കെ ഫോണിലാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ, എവിടാണോ എന്തോ. ചിലപ്പോൾ 4 സൺഫ്ലവർ ഒക്കെ ഉള്ളായിരിക്കും. അല്ല എല്ലാവരും പറിച്ചോണ്ടും പോയി.
ഉണ്ടോ എല്ലാവരും ഇപ്പോഴും പറിച്ചുകൊണ്ടിരിക്കുക. വിച്ച് ഐ ഡിഡ്ന്റ് ലൈക്ക്. കണ്ടോ ഗൈസ്, ഒരു കത്രികയൊക്കെ തന്ന് നമുക്ക്. എന്തോ ഒരു സ്പെഷ്യൽ കത്രികയാണല്ലേ, അതിന്റെ അറ്റത്തിന് എന്തോ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. ഈ തവണ എന്താ ഉള്ളത് നോക്കാം. ഹണിയാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇത് ഹണി അല്ലേ? അവരുടെ ഹണി ഉണ്ട്, ഹോട്ട് സോസ്, റെഡ് പെപ്പർ ജെല്ലി, അങ്ങനെ ഇവിടുത്തെ എല്ലാ. പിന്നെ അതെ ഇവിടെ പംകിൻ സീസൺ ആവുന്നുണ്ട്, ഹോളോവീൻ സീസൺ. അപ്പോൾ അതിൻ്റെ പരമായിട്ടുള്ള ഉഡായിപ്പാണ് മോനെ. അല്ലല്ല, അത് എന്നാന്നറിയോ, അത് സൺ ഫേസിങ് അല്ലേ ഷെയ്ൻ, അതാ നമുക്ക് കാണാൻ പറ്റാത്തേ. ഇറ്റ്സ് ദേർ, സൺ ഫേസിങ്. അങ്ങോട്ട് തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഇപ്പോൾ. എന്നാ മുകളിലോട്ടായിരിക്കും. ദാണ്ടേ ഇവിടെ എല്ലാ ഡയറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് അങ്ങോട്ട് എൻട്രൻസ് ഉണ്ടോ? ഇപ്രാവശ്യം കുറച്ചുകൂടെ ഒക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള കൾട്ടിവേഷൻ കണ്ടോ തുടങ്ങുക. പാർക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ടൂലിപ്പ് നല്ലതായിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെയും ടൂലിപ്പ്, പിന്നെ അപ്പുറത്തെ ഫീൽഡ് കണ്ടോ, അവിടെയൊക്കെയും ടൂലിപ്പ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ട്രക്ക് ഒന്നും നമ്മൾ കാണുന്നില്ല. കണ്ടോ, പംകിൻ സീസൺ ഉള്ള പംകിൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോവാം. ഞാൻ എന്താ പറഞ്ഞേ, അങ്ങോട്ടെന്നാണ് നമ്മൾ. ഇത് സ്ലൈഡോ ആയിരിക്കും, മറ്റേ നമുക്ക് ഇത് പറിച്ച് വെക്കാനുള്ള ചട്ടിയൊക്കെ തന്നിട്ടുണ്ട്. ചട്ടിയൊക്കെ 3 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. 3 രൂപ കൊടുത്താൽ അതിൻ്റെ ആവശ്യമില്ല. അതിന് മാത്രമുള്ള ഒരു ചട്ടിയില്ല, $3 ചട്ടിയില്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നില്ല. ഐ തിങ്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരും. അതൊക്കെയാണ്, പക്ഷെ ഒരു കുറവാണോ അതോ അവിടെ എത്തുമ്പോഴാണോ കാണുന്നത്? വി ഡോണ്ട് നോ, റൈറ്റ്? 10 or more flowers നമ്മൾ എടുത്താൽ $10, $1 each നമ്മൾ കൊടുത്താൽ മതി. 10 ഫ്ലവേഴ്സിന്റെ അടിയിലാണെങ്കിൽ $2. 10 എണ്ണത്തിന്റെ താഴെയാണെങ്കിൽ $2 കൊടുക്കണം ഒരു ഫ്ലവർ. മാർക്കറ്റിംഗ് ഇതെല്ലാം സൺഫ്ലവർ വിരിഞ്ഞു വരുന്നേ ഉള്ളു. നമ്മൾ അടുത്ത ആഴ്ച വന്നാൽ മതിയായിരുന്നു. ചെയ്യുന്ന ഇപ്പൊ വന്നില്ലെങ്കിൽ എല്ലാ സൺഫ്ലവർ എല്ലാരും പറിച്ചോണ്ട് പോകും. ടൂലിപ്പ് ലേറ്റ് ആയിപ്പോയി. ഞങ്ങള് ലാസ്റ്റ് ഡേ ആ വന്നേ. ലാസ്റ്റ് ഡേ ആ ടൂലിപ്പിന്റെ വന്നേ. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ പറിച്ചു. അത്യാവശ്യം തണ്ടിട്ട് പറിച്ചോ, തണ്ട് വരുന്ന രീതിക്ക്. എത്ര നീളം വേണം തണ്ട്? പറക്കി ഞാൻ പറക്കട്ടെ? അവിടെ വെച്ച് പറിച്ചോ. അവിടെ വെച്ച് പറിച്ചോ. ഒരില വരുന്നതിന്റെ താഴെ വെച്ച്. നല്ല കത്രിക രണ്ട് തേനീച്ചോടെ ഇരുന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ ഭാഗത്ത് തേനീച്ചോട്ടുണ്ട്. അപ്പം പിന്നെ ഇതിന്റെ കുത്തിട്ടയക്കാൻ നോക്കണം കേട്ടോ. അത് പണിയാ. നല്ല ഭംഗിയാ. കണ്ടോ ഗൈസ്, ഇതാണ് സൺഫ്ലവർ ഫെസ്റ്റ്. സത്യം പറയാൻ നമ്മളിവിടെ വന്നത് ഇത് നേരത്തെ പോയ പോലെ വന്നു. പക്ഷെ കഴിഞ്ഞ തവണ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ തവണ ഇതാണെങ്കിൽ ഈ തവണ ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലായിടത്തും ഇപ്പോൾ സൺഫ്ലവർ ഫുള്ളി ഇതായി വന്നിട്ടില്ല കേട്ടോ ഗൈസ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതാണ് മറ്റേ ആ ബിഗ് സ്ലൈഡ്. ആണ്ട് ഫോട്ടോസ് ഒക്കെ
എൻ്റെ ഗൈസ് ടോംസി ചട്ടിന്ന് മാറ്റി ബാഗോട്ട് എടുത്തേക്കാം അതിനുള്ള ചട്ടി നിൽക്കുന്നില്ല, ചട്ടി മറിഞ്ഞു പോവാ. ചട്ടിയിലും ഭേദം ഇങ്ങനെ ശരി. ഇല പറിച്ച ഒരു ബൾക്കിനെസ് അങ്ങ് കുറയും. വലിയുണ്ട്, ഹ്യൂജ് ആയിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ പിന്നെ അങ്ങ് പെട്ടെന്ന് ഇതായി പോവല്ലോ, പാടിപ്പോവും. നമ്മൾ അത് എടുത്തില്ല. അവിടെ എന്തായാലും പോണം കേട്ടോ. സ്ലൈഡാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. വാ, നമ്മൾ അങ്ങോട്ട് പോയില്ലല്ലോ. അങ്ങോട്ട് പോയാൽ ഒന്നും ഇല്ലായിരിക്കും അല്ലേ? അവിടെ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തിരിച്ചു നടക്കുവാണ്. ഇപ്പൊ ഒന്നും തോന്നില്ല, കാരണം എല്ലാം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അവിടെയാണ് തോന്നുന്നത് സൺലൈറ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന വാഗൻ റൈഡ്. വാഗൻ റൈഡ് ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കിങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് അതൊന്ന് തോന്നുന്നത്. കൊച്ചു പിള്ളേർക്ക് ഒരു ഫണ്ണാണ്. അതിങ്ങനെ ഫാം ഫുള്ള് ഇങ്ങനെ പോയി തിരിച്ചു വരും. അതിനകത്ത് എത്രയായിരുന്നു? $10 അങ്ങോട്ടായിരുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് അത് ഫുൾ ഫാം ചുറ്റി തിരിച്ചു വരും. പിന്നെ കൊച്ചു പിള്ളേർക്കുള്ളവരും അതെല്ലാം അങ്ങനെ പോകാം. ഇത് ഭയങ്കര പിരിഞ്ഞു വരും. ഓക്കെ, ചിലതൊക്കെ സൂക്ഷിക്കണം ഗൈസ്. ഈ ബീസ് വന്ന് പോളിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കണ്ടു പോകണം, അല്ലെങ്കിൽ അവരുടെ കുത്തൂടെ കിട്ടിയിട്ട് നോ ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ഗുഡ്. എല്ലാവരും വെയിലത്തോട്ട് നോക്കിയിരിക്കുവാണ് ഗൈസ്, കണ്ടോ. ഇവിടുത്തെ എല്ലാം ഭയങ്കരമായിട്ട് ആയതാന്ന് തോന്നോ. അല്ല, ഒരു ഭംഗിയില്ലെല്ലാം കാണാൻ. ഇങ്ങനെ ഭയങ്കര നടു ഭയങ്കര വലിപ്പം ആണ്. കണ്ടോ കൈസ്, ഇലയൊക്കെ പറിച്ചിട്ട് വേണം ബാഗോട്ട് വെക്കാൻ എന്നാണ് ഉണ്ണിക്കുട്ടിയുടെ അഭിപ്രായം. ഉണ്ണിക്കുട്ടി അവിടെ നിന്ന് ഇല പറിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സെൽഫിഷ് പീപ്പിൾ തിങ്ക് സെൽഫിഷ്, യു നോ. ആണ് ഗൈസ്. അപ്പോൾ എനിക്കൊന്ന് ഗൈസ്, ഈ ഒരു ഭാഗത്തുള്ള സൺഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം കുറേ ആയതാണ് കേട്ടോ ഗൈസ്. ഇത് ഇപ്പം വന്ന് ബ്ലൂം ചെയ്തതല്ല, കുറേ നാളായിട്ട് ബ്ലൂം ചെയ്യുന്നത്. ബിക്കോസ് ഐ തിങ്ക് ലൈക്ക് സൺ ഹിറ്റ്സ് ഈ ഒരു പോർഷനാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഗൈസ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. പല സമയത്താണ്. പക്ഷെ ഇത് കണ്ടോ, ഈ ഒരു വ്യൂ ഉണ്ടോ, എല്ലാം ഒരു ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരിത് മാത്രമേ ഉള്ളൂ ഗൈസ്. നല്ല ഭംഗിയായിട്ട് തോന്നില്ലേ? വേണ്ടായിരിക്കും, അത് മടുത്തു പോയിക്കാണോ, അതുകൊണ്ടായിരിക്കും. അടിയിലൊരു വലിയ സ്പൈഡർ ഉണ്ട്. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. കണ്ടോ ഗൈസ്, ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടോ ഗൈസ്? ഒരാൾ വലിയ പണിയില്ല. ഇതെടുക്ക്. കുഞ്ഞല്ലേ, പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ല, നമ്മളൊരു ഈ സൈസിലുള്ളതല്ലേ എല്ലാം നോക്കുന്നത്. എന്നാൽ അത് കുറച്ചു
ഇത് വേണമെങ്കിൽ എടുത്തോ, ഇതും അതും കൂടെ വേണമെങ്കിൽ 3 കൂടെ വേണമെങ്കിൽ എടുക്കാം. ഇത് ഈ 3 ഇതും ഈ 2 തേനീച്ച ഇഷ്ടമില്ല കേട്ടോ. അതിൻ്റെ കുത്ത് കിട്ടി തീർന്നു. കിട്ടിയെന്നൊക്കെ തോന്നിട്ടോ, എനിക്ക് പേടിയാവും. കൈയൊക്കെ വേണ്ടി തുടങ്ങി. ഇവിടെ 3 ആയില്ലേ, അപ്പുറത്ത് 3 ആയില്ലേ, അപ്പൊ 6 ആയി. ഇതും കൂടെ വേണം എടുത്തോ. 4. കാരണം അത്രയും ഫാമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഒത്തിരി എംപ്ലോയീസും ഉണ്ട് ഇവിടെ. സോ ഞങ്ങൾ ഹ്യൂജ് ആയിട്ടുള്ള ഒന്നും എടുത്തില്ല. ലൈക്ക് ഒരു മീഡിയം സൈസിലുള്ളതാണ് മോസ്റ്റ്ലി നമ്മൾ എടുത്തതല്ല അല്ലേ. നമുക്ക് 4 എണ്ണം കൂടെ എടുക്കാം. പിന്നെ ഒരു 10 കൂടെ വേണമെങ്കിൽ എടുക്കാം. അതെടുത്തോ. ബാക്കി 4 എണ്ണം നമുക്ക് പോകാറാകുമ്പോൾ അവിടെ എടുത്തോടി. ഇതിന് ഇതൊക്കെ വരുന്നുണ്ട്. ലൈക്ക് അതിന് പറയുന്നത് അടുത്ത കൊമ്പ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എടുത്തോണ്ട് പോകുന്നത്. യെസ് ഗൈസ്. അല്ല, വീഡിയോ എടുക്കാനാണോ? ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. ആ യെല്ലോ സ്വിങ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. 2 പേർക്ക് ഇരിക്കാനുള്ള നമ്മൾ പക്ഷേ ഫിറ്റ് ആവില്ലായിരിക്കും അല്ലേ. അവർ ഫിറ്റ് ആയെങ്കിൽ നമ്മൾ എന്തായാലും ഫിറ്റ് ആവൂടാ. പിന്നെ ഇങ്ങോട്ട് വേറെ കളേഴ്സ് ഉണ്ട്. പക്ഷെ അത് അതിന്റെ അത്രയും ഭംഗിയില്ല. നോക്കി ജസ്റ്റ് കമ്പയർ ദിസ് ടു അവിടെ ആ യെല്ലോ ബ്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ഇവിടെ വൈറ്റും ഉണ്ട്. അതെങ്ങനെയാ? അതെ അതെ വൈറ്റ് കണ്ട. റെഡ് അത് തീർന്നു. എനിക്ക് നല്ല ടൈം കഴിഞ്ഞു തോന്നുന്നു. അതായിരിക്കാം. ചിലതൊക്കെ ആവുന്നേ ഉള്ളൂ. ഇത് നല്ല രസമുണ്ടല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കട്ടെ. കുട്ടി ഊഞ്ഞാലിടാൻ പോകുന്നു. സൺഫ്ലവേഴ്സ്. സ്ട്രോയിൽ ഒരു ആർട്ട് വർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഇപ്പോൾ ഒത്തിരി സൺഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അതൊരു ക്യൂട്ട് ഫ്രെയിം.
സോ നമ്മൾ അവിടെ നിന്ന് പോന്ന് ഇപ്പം അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലത്തോട്ട് വരികയാണ്. ഇതാണ് ഞങ്ങൾ പറിച്ച സൺഫ്ലവേഴ്സ്. ഇനിയുണ്ട് ഗൈസ് ഒരു 3 എണ്ണം കൂടെ പറിക്കാം. 10 എണ്ണം വേണം, അല്ലെങ്കിൽ നഷ്ടമാണ്. അവൻ സൺഫ്ലവേഴ്സ് പറിക്കുന്ന അവൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാനാണ്. ജോക്കുട്ടി ഇതാ ദ ബിഗ് സ്ലൈഡിൽ കയറി താഴോട്ട് വരാൻ പോണു ഗൈസ്. ഇവിടെ നിന്നാണ് എൻട്രി കേട്ടോ. വെയിറ്റ് അൺടിൽ കോൾഡ്. ഇവിടെ വെയിറ്റ് ചെയ്യണം കോൾ ചെയ്യുന്നിടം വരെ. കണ്ടോ ഗൈസ്, ജോക്കുട്ടി ഇസ് ഓൺ ദ ബിഗ് സ്ലൈഡ്. ഇവിടെ നോക്കൂ, ഇവിടെ സിമ്പിളൊക്കെ കാണിക്ക്. കണ്ടോ ഗൈസ്, സിമ്പിളൊക്കെ കാണിച്ചതാ. കുട്ടി വരാൻ പോണു, കുട്ടി ഇതാ പോകാൻ പോണു. ഗൈസ് ജോക്കുട്ടി here I go. Yeah, I definitely survived it. Whew, my god. സോ നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാ. കണ്ടോ, ഇവിടെ ഒരു ബാബിക്ക്. ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത്. ഗ്രേറ്റ് ഫുഡായിരുന്നു, സൂപ്പറായിരുന്നു. നമ്മൾ നോക്കിയിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഷെയ്നെ കാണുന്നുണ്ടോ? ഷെയ്ൻ ഫുഡ് വാങ്ങിക്കാൻ പോയതാണ്. ഓൾറെഡി ഇവിടെ കുറച്ച് ഫുഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഫുഡ് വാങ്ങിക്കാൻ പോയ ഒരാൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ച് വരുന്നുണ്ട്. എന്ത് വാങ്ങിച്ചേ? ഇതൊരു സന്തോഷമാണ്. വാട്ട് ആർ യു ഈറ്റിംഗ്? ഇതൊരു കോംപ്ലിമെൻ്ററി തന്നാണോ? 3 മണിക്കൂർ അവിടെ നിന്നേനോ? എൻ്റെ പൊന്നെ, അതുകൊണ്ട് അവിടെ ആയിരുന്നു ഷെയ്ൻ. എന്താറിയോ? സോ ഗൈസ്, നമ്മൾ അവിടുന്ന് ഫുഡ് വാങ്ങി. ഞാൻ എന്താ വാങ്ങിയെന്ന് വെച്ചാൽ ഒരു ജർക്ക് ചിക്കൻ സാൻഡ്വിച്ച് വിത്ത് 2 ഫുൾ കോൺ. സത്യം ബേക്ക്ഡ് ബീൻസ് പ്ലസ് ഫുൾ കോൺ. ഒരു ഹാഫ് കോൺ ആണ്, പക്ഷേ ഹാഫ് കോൺ ബേക്ക്ഡ് ബീൻസ് തീർന്നു പോയി. ഇവരുടെ അടുത്തുള്ള കടകളിലൊക്കെ ഫുഡ് തീർന്നു. അവർ എക്സ്പെക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ വാങ്ങിയത് വേറൊരു കടയിൽ ചെന്നിട്ട് ഗാർലിക് പാർമസാൻ ഫ്രൈസും പിന്നെ മോസറല്ല സ്റ്റിക്ക്. ഇത് അവസാനത്തെ ആട്ടോ ഗൈസ്. പിന്നെ അത് ഗാർലിക് പാർമസാൻ ചിക്കനും വിത്ത് 2 ഫുൾ കോൺ. സോ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഗൈസ്. പൂവിൻ്റെ പൈസ കൊടുത്ത് 10 എണ്ണം വാങ്ങി. 10 എണ്ണത്തിന് 10 രൂപ ഗൈസ്. സോ $10. യെസ്, $10. അപ്പോൾ നമ്മൾ ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. Hope you guys, watch the video. There is nothing. You just, It's just a fun guys. Like just to do family time പോലെ ഞാനും അവളും കൂടെ ചുമ്മാ ഇറങ്ങിയത് ഒരു ഫണ്ണിന്. സോ ഞങ്ങളുടെ വീക്ക് ഡേയ്സ് ഒക്കെ മോസ്റ്റ്ലി ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീക്കെൻഡ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാക്സിമം നോക്കും. ജസ്റ്റ് അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തൊരു ഡേ ആണിത്. ഓക്കെ, തിരിക്കൂ ഷെയ്ൻ. That's it guys. This is Joe Stories signing out. Bye. കൈയും കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടടോ.